തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള രാഷ്ട്രീയത്തിൽ വിവാദങ്ങളും ചൂടുപിടിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CPMന്റെ പങ്ക് മറയ്ക്കുന്നതിനായി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെ ലക്ഷ്യമിട്ട് ആരോപണങ്ങൾ ഉയർത്തുകയാണെന്ന വിമർശനം ശക്തമാകുന്നു. CPM ഏറ്റവും കൂടുതൽ ഭയക്കുന്ന നേതാവായി KC വേണുഗോപാൽ മാറിയെന്നതാണ് ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തിൽ CPMന്റെ പങ്ക് മറയ്ക്കാൻ KC വേണുഗോപാലിനെ കരുവാക്കുന്നതെന്നാണ് വിമർശനം. 2004 KC വേണുഗോപാൽ ദേവസ്വം ചുമതലയുള്ള മന്ത്രിയായി എന്നതിന്റെ പേരിൽ 2016 ശേഷം പിണറായി ഭരണത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ KCയെ എങ്ങനെ കുറ്റക്കാരനാകുമെന്നതാണ് ഉയരുന്ന ചോദ്യം. ഇവിടെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ KCയുടെ വരവിനെ CPM എത്രത്തോളം ഭയക്കുന്നു എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത്. 2007 ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയതെന്ന് സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും പറയുന്നു. അന്ന് കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷമായിരുന്നു. മന്ത്രി MP രാജേഷ് ആദ്യം KC വേണുഗോപാലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ നിയമസഭയിൽ ആ നിലപാടിൽ നിന്ന് മലക്കം മറിയുകയും പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റായിരിക്കെയാണ് പോറ്റി ശബരിമലയിൽ എത്തിയത് എന്ന് പുതിയ വാദമുയർത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ വസ്തുത നിലനിൽക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന അതേ ദിവസം മുഖ്യമന്ത്രി KC വേണുഗോപാലിനെ ലക്ഷ്യം വെച്ച് ആരോപണം ഉന്നയിക്കുന്നത്. കോൺഗ്രസിൽ CPM ആരെയാണ് ഏറ്റവും ഭയക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ഇത്തരമൊരു ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ചരിത്രം അറിയാവുന്ന പലർക്കും ബോധ്യമുള്ളതാണ്. KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരിക്കെയാണ് UDF നിയമിച്ച ദേവസ്വം ബോർഡിനെതിരെ ഉയർന്ന നിയമന വിവാദത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് KC വേണുഗോപാൽ ശുപാർശ ചെയ്യുന്നതും അന്വേഷണം നടത്തുന്നതും. ഈയൊരു നടപടിയിലൂടെ ബോർഡും മന്ത്രിയും തമ്മിലുള്ള ബന്ധം എത്തരത്തിലുള്ളതായിരുന്നു എന്ന് വ്യക്തമാണ്. പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ CPM നിയമിച്ച ബോർഡിന്റെ CPM നേതാക്കൾ നടത്തിയ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനായിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതെന്നും പ്രതികളായവരെ ഇപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്, അവരെ തള്ളിപ്പറയാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നും ഈ സാഹചര്യത്തിൽ വിമർശനമുയരുന്നു. പ്രതികളായ മുൻ ബോർഡ് മെമ്പർമാർക്കെതിരെ ഒരക്ഷരം പോലും മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. മുൻപ് നിയമന വിവാദം ഉണ്ടായപ്പോൾ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത KC വേണുഗോപാൽ ഒരു പക്ഷത്തും കോടതി ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘം തെളിവു സഹിതം പിടികൂടിയ CPMകാരായ പ്രതികളെ ഇപ്പോഴും സംരക്ഷിക്കുന്ന പിണറായി വിജയൻ മറുവശത്തുമെന്ന നിലയിലാണ് കേരളം തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നത്. ഇവിടെയാണ് KC വേണുഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. KC വേണുഗോപാൽ മന്ത്രിയായിരുന്ന UDF സർക്കാരിന്റെ കാലാവധി 2006 അവസാനിച്ചു. അത് കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പോറ്റി ശബരിമലയിൽ എത്തുന്നത്. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് വനഭൂമി കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അക്കാലത്തെ ബോർഡിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായപ്പോഴും ദേവസ്വം മന്ത്രി എന്ന നിലയിൽ മികച്ച ഇടപെടൽ നടത്തിയ ഭരണാധികാരി കൂടിയായിരുന്നു KC വേണുഗോപാൽ. അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കെ ദേവസ്വം ബോർഡുമായി കടുത്ത ഭിന്നതയിലായിരുന്നു എന്ന കാര്യം മാധ്യമ വാർത്തകൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്.